ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ സ്തോത്രകാവ്യത്തെ നാരായണീയ മധുരമായി ആ നാരായണീയ നറുനവനീതത്തിൻ്റെ നാരായണീയ മകരന്ദത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 62ാമത്തെ ദിവസം. ഇവിടെ 6ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഇന്ന് ആദ്യം ശ്ലോകം പാരായണം ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം. തുടർന്ന് ഒരിക്കൽ കൂടി ശ്ലോകം പാരായണം ചെയ്ത് ഈ ശ്ലോകത്തിൻ്റെ മലയാള പരിഭാഷ ഭാഷാഗാനം ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം എന്ന പുസ്തകത്തിലെ ഇതിന് തത്തുല്യമായ ഇതിൻ്റെ ഭാവത്തെയും അർത്ഥത്തെയും കാണിക്കുന്ന 4 വരികൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം. പൃഷ്ഠം ത്വധർമ്മ ഇഹ ദേവ മനഃസുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ വ്യസനം തു സന്ധ്യേ ശേഭ പ്രജാപതി അസൗ വൃഷണൗ ച മിത്ര. ഹേ അംബുജാക്ഷ ദേവ പൃഷ്ഠം തു അധർമ്മഃ ഇഹ മനഃ സുധാംശു ഹൃദയാംബുജം അവ്യക്തം ഏവ കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതി വൃഷണൗ
അസൗ മിത്ര ചാം. ഹേ അംബുജാക്ഷ, താമരക്കണ്ണ, ദേവ, ഭഗവാനെ, അവിടുത്തെ പുറം എന്ന് പറയുന്നത് പൃഷ്ഠം തു അധർമ്മ, അവിടുത്തെ പുറം എന്താണ്? അധർമ്മമാണ്. ഇഹ മന സുധാംശു, ഈ വിഗ്രഹത്തിൽ മനസ്സ് ചന്ദ്രനാണ്. സുധാംശു ചന്ദ്രൻ, ശീതാംശു, സുധാംശു എന്നൊക്കെ പറയും. ഹൃദയാംബുജം അവ്യക്തം ഏവ, ഹൃദയമാകുന്ന അംബുജം താമര അവ്യക്തം തന്നെയാണ്. കുക്ഷി സമുദ്രനിവഹ, ഉദരം, കുക്ഷി എന്ന് പറയുന്നത് സമുദ്രങ്ങളും. വസനം തു സന്ധ്യേ, വസനം എന്ന് പറഞ്ഞ വസ്ത്രം, വസ്ത്രം ഈ രണ്ട് സന്ധ്യകളുമാണ്, പ്രഭാതസന്ധ്യയും പ്രദോഷസന്ധ്യയും. ശേഭം പ്രജാപതിയാണ്. വൃഷണങ്ങൾ, വൃഷണവും അസൗ മിത്രഹാച, ഈ മിത്രനും ആണ്. അപ്പോൾ അവ്യക്തം, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയാണ് അവ്യക്തം എന്ന് പറയാം. ശേഭം എന്ന് പറഞ്ഞാൽ ലിംഗം, വൃഷണങ്ങൾ അണ്ഡങ്ങൾ. ഇപ്പം ശേഭം പ്രജാപതിയാണ്, വൃഷണങ്ങൾ മിത്രൻ സൂര്യനാണ്, മിത്രൻ എന്ന ദേവതയാണ്. അങ്ങനെ ആ 7ാമത്തെ ശ്ലോകം അവിടെ സമർപ്പിക്കുന്നു. നമുക്കും അത് ഒരിക്കൽ കൂടി ആ ശ്ലോകം പാരായണം ചെയ്യാം. പൃഷ്ഠന്ധ്വധർമ്മ ഇഹ ദേവ മനഃസുധാംശുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷി സമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഭ പ്രജാപതിരസൗ വൃഷണൗ ച മിത്ര. ശ്രീഹരിയം വഞ്ചിപ്പാട്ട്, ഒരു നിഴൽ നാരായണീയം. അംബുജാക്ഷ അവിടുത്തെ പുറംഭാഗം അധർമ്മവും ഹൃദയപത്മമവ്യക്തം മനസ്സു ചന്ദ്രൻ. ഉദരമോ സമുദ്രങ്ങൾ വസ്ത്രം 2 സന്ധ്യകളും ശേഭം പ്രജാപതി പിന്നെ വൃഷണം മിത്രൻ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ 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 നാരായണീയ മധുരം അർച്ചിക്കുന്നു ഞാൻ. നാരായണീയ മധുരം അർപ്പിക്കുന്നു ഞാൻ. നാരായണീയ മധുരം സ്വീകരിക്കണേ. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.